വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന അതിനെ പറ്റിയാണ്. വളരെ സിമ്പിളാണ്. ഒരല്പ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാവുന്നതാണ്. വാട്ട് ഈസ് സ്പൈനൽ കോഡ്? എന്താണ് സ്പൈനൽ കോഡ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതിൽ ബ്രെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് സ്പൈനൽ കോഡിനെ പറ്റി പഠിക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കുക. നമുക്ക് തുടങ്ങാം. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പാർട്ടാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം. ദെയർ ആർ 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എത്ര സ്പൈനൽ നെർവ്സാണ് ഉള്ളത്? 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾസ് റിഫ്ലക്സ് ആക്ഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് എന്നൊരു ഡയഗ്രാം കാണാം അല്ലേ? അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഇറ്റ് ഹാസ് എ സെൻട്രൽ കനാൽ, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് etc. are labeled. That means the spinal cord is protected inside the vertebral column. That means the vertebral column protects the spinal cord from external injuries. അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിനുള്ളിലാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മളുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മെനിഞ്ചസ് എന്ന ഒരു ലെയർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു കവർ ഉണ്ട്. സെൻട്രൽ കനാൽ എന്ന് പറയുന്നത് അത് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. ബ്രെയിനിലെ പോലെ തന്നെ ഇവിടെ സ്പൈനൽ കോഡിലും വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഉണ്ട്. പക്ഷേ സ്പൈനൽ കോഡിൽ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമാണുള്ളത്. ബ്രെയിനിൽ എങ്ങനെയാണ്? വൈറ്റ് മാറ്റർ അകത്തും ഗ്രേ മാറ്റർ പുറത്തും. ഒരു ന്യൂബോൺ ബേബിയുടെ സ്പൈനൽ കോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ടിപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു. ദറ്റ് ഈസ് ദ സ്പൈനൽ കോഡ് ഓഫ് എ ന്യൂബോൺ ബേബി എക്സ്റ്റെൻഡ്സ് അപ് ടു ദ ടിപ്പ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് അഡൾട്ട്സ്. അതായത് അഡൾട്ട്സിൽ ഇറ്റ് ക്യാൻ ബി സീൻ അപ് ടു ദ മിഡിൽ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ മിഡിൽ വരെ ഏകദേശം ഇത് കാണുന്നുള്ളൂ. ഏത്? സ്പൈനൽ കോഡ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് ഡസ് നോട്ട് ഗ്രോ ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഗ്രോത്ത് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം ഗ്രോ ചെയ്യുന്നതനുസരിച്ച് സ്പൈനൽ കോഡ് ഗ്രോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അഡൾട്ട്സിൽ ഇത് എവിടം വരെ കാണപ്പെടുന്നുള്ളൂ? മിഡിൽ വരെ. When we analyze the structure of our spinal cord, it can be seen there are 31 pairs of spinal nerves arising from the spinal cord. Sensory impulses reach the spinal cord through the dorsal root. What are sensory impulses? The impulses that are produced in response to a stimuli. So, the sensory impulses reach the spinal cord through the dorsal root. Motor impulses go out of the spinal cord through the ventral root. ബ്രെയിനിലോട്ടും ബ്രെയിനിൽ നിന്നുമുള്ള ഇമ്പൾസസ് ഏത് വഴിയാണ് കടന്നു പോകുന്നത്? സ്പൈനൽ കോഡ് വഴി. സ്പൈനൽ കോഡിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ്, അതിനെയെല്ലാം കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. In your textbook there is a diagram which is showing the pathway of impulses in a reflex action. അതായത് ഒരു റിഫ്ലെക്സ് ആക്ഷനിൽ ഇമ്പൾസസിൻ്റെ പാത്വേ, അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ തിരിച്ച് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു പാത്വേ ആണ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് അവിടെ എന്താണ് കാണുന്നത്? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്. അത് കാൻഡില ലൈറ്റാണ്. ഈ സ്റ്റിമുലസിനെ ആര് റിസീവ് ചെയ്യുന്നു? Receptors present at the tip of your finger receives the stimulus and then it generates impulses. How the impulse is formed? The receptor present at the tip of your finger receives the stimuli and generate impulses. And this impulse which pass through a sensory neuron which carries impulses to the spinal cord. അതായത് സ്റ്റിമുലസ് ജനറേറ്റ് ചെയ്തത്
ഇമ്പൾസായി മാറി. ഈ ഇമ്പൾസിനെ ആര് ക്യാരി ചെയ്യുന്നു? സെൻസറി ന്യൂറോൺ ക്യാരി ചെയ്ത് എവിടെ കൊണ്ടെത്തിക്കുന്നു? സ്പൈനൽ കോഡിൽ കൊണ്ടെത്തിക്കുന്നു. അതിൻ്റെ പാത്ത് വേ ആണ് ആരോ മാർക്ക് വെച്ച്, റെഡ് കളേർഡ് ആരോ മാർക്ക് വെച്ചിട്ട് കാണിക്കുന്നത്. Then there is an interneuron. What is it? The neuron that connects the sensory neuron and the motor neuron. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ന്യൂറോണാണ് ഇൻ്റർന്യൂറോൺ. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? വിച്ച് ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസസ്. സെൻസറി ഇമ്പൾസസ് വരുമ്പം അതനുസരിച്ചിട്ടുള്ള സഡൻ ആയിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുക്കുക. ആ റെസ്പോൺസ് കൊടുത്തിട്ട് മോട്ടോർ ന്യൂറോണുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഇൻ്റർന്യൂറോൺ. അപ്പോഴത്തേക്കും മോട്ടോർ ന്യൂറോണിന് വിവരം കിട്ടും. ദെൻ ഇറ്റ് ക്യാരീസ്, ദ മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം ദ സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽസ്. നമ്മൾ ഇതുവരെ എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റിമുലസിനെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത് ഇമ്പൾസാക്കി മാറ്റുന്നു. ഈ ഇമ്പൾസിനെ സെൻസറി ന്യൂറോൺ എങ്ങോട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നു? നമ്മുടെ സ്പൈനൽ കോഡിലോട്ട്. ഇൻ്റർന്യൂറോൺ എന്ന് പറയുന്ന ഒരു ന്യൂറോൺ ഉണ്ട്. അത് സെൻസറി ന്യൂറോണിനെ മോട്ടോർ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് അതൊരു ക്വിക്ക് റെസ്പോൺസ് കൊടുക്കുകയും മോട്ടോർ ന്യൂറോൺ ഈ ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മസിലിൽ കൊണ്ട് എത്തിക്കുന്നു. അപ്പോൾ ആ റിലേറ്റഡ് മസിൽ എന്ന് പറയുന്നത് എവിടെ ഇരിക്കുക? നമ്മളുടെ കയ്യിൽ തന്നെയുള്ള മസിലാണ്. അപ്പോഴത്തേക്കും ആ മസിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മളുടെ കൈ അവിടെ നിന്ന്, എവിടെ നിന്ന്? ആ മെഴുകുതിരിയുടെ ആ കാൻഡിൽ ലൈറ്റിൻ്റെ ടിപ്പിൽ നിന്ന് നമ്മൾ കൈ പിന്നോട്ട് വലിക്കുന്നു. ഇതിനെയാണ് പാത്ത് വേ അല്ലെങ്കിൽ പാത്ത് ഓഫ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സ്പൈനൽ കോഡ്. ഇവിടെ ഈ ഡയഗ്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു ബോയ് ഉണ്ട്, ഒരു ഗേളും ഉണ്ട് അല്ലേ? അതിൽ രണ്ടു പേർക്ക് എന്താ സംഭവിക്കുന്നത്? ആ ബോയുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നു അല്ലേ? അപ്പോൾ അവൻ ആ കാല് പിന്നിലോട്ട് വലിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് എന്ത് വരുന്നു? ഒരു കല്ല് വരുന്നു. അപ്പോഴത്തേക്കും ആ കല്ല് മുഖത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മുഖം തിരിച്ചു മാറ്റുന്നു അല്ലേ? ഇതെല്ലാം ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. ഇത് ക്വിക്ക് റെസ്പോൺസ് ടു എ സ്റ്റിമുലൈ ആണ്. ഈ റിഫ്ലക്സ് ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഇറ്റ് ഈസ് അവർ സ്പൈനൽ കോഡ്. ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എബൌട്ട് 45 സെൻറ്റിമീറ്റർ ഉള്ളൊരു പാർട്ടാണ്. അത് റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ആർ എറൈസിങ് ഫ്രം അവർ സ്പൈനൽ കോഡ്. ന്യൂ ബോൺ ബേബിയിൽ ഈ സ്പൈനൽ കോഡ് എവിടെ വരെ കാണുന്നു? വെർട്ടിബ്രയുടെ ടിപ്പ് വരെ കാണപ്പെടുന്നു. എന്നാൽ ഒരു അഡൾട്ടിൽ ഏകദേശം മിഡിൽ പോർഷൻ വരെ ഇത് കാണുന്നുള്ളൂ. കാരണം എന്താണ്? വെർട്ടിബ്ര ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഈ സ്പൈനൽ കോഡിന് ഗ്രോത്ത് ഇല്ല. അതുകൊണ്ടാണ് അത് മിഡിൽ പോർഷനിൽ വരെ മാത്രം കാണുന്നത്. പിന്നെ റിഫ്ലക്സ് ആക്ഷൻ, അതിൻ്റെ പാത്ത് വേ എന്താണ്? ഒരു സ്റ്റിമുലസിൽ നിന്നുള്ള ഇമ്പൾസ് നമ്മുടെ സെൻസറി ന്യൂറോൺ എങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നു? സ്പൈനൽ കോഡിലോട്ട്. സ്പൈനൽ കോഡിൽ നിന്ന് ഒരു ഇൻ്റർ ന്യൂറോൺ വഴി അതിന് മോട്ടോർ ന്യൂറോണിലോട്ട് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നു. അപ്പോൾ മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? മോട്ടോർ ന്യൂറോൺ ഈ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് ആ മസിലിലോട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്നു. അതായത് നമ്മൾ കാൻഡിൽ ലൈറ്റിൻ്റെ ടിപ്പിൽ തൊടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? കൈ ചൂടാകുമ്പോഴത്തേക്കും അത് തിരിച്ച് കൈ എടുക്കൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആര് കൊടുക്കുന്നു? സ്പൈനൽ കോഡ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ദ റിഫ്ലക്സ് ആർക്ക് ഈസ് ദ പാത്ത് വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ. എന്താണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്? പാത്ത് വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ. മെയിനായിട്ട് സ്പൈനൽ കോഡാണ് റിഫ്ലക്സ് ആക്ഷൻ്റെ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നാൽ സ്പൈനൽ കോഡിന് പുറമെ നമ്മുടെ ബ്രെയിനും ഓൾസോ ഫങ്ഷൻസ് ആസ് എ സെൻറ്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ. അങ്ങനെ നമ്മുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സസിനെ എന്ത് പറയുന്നു? സെറിബ്രൽ റിഫ്ലക്സസ്. സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സസിനെ എന്ത് പറയുന്നു? സ്പൈനൽ റിഫ്ലക്സസ്. എന്താണ് റിഫ്ലക്സ്? ഒരു സ്റ്റിമുലസിനോടുണ്ടാകുന്ന ഒരു സഡൻ ആയിട്ടുള്ള റെസ്പോൺസാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ആൽക്കഹോൾ കൺസംഷൻ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ റിഫ്ലക്സ് ആക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഗാബ, അതായത് ഒരു അമിനോ ആസിഡാണ്, ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ് എന്നാണ് അതിൻ്റെ
ഫുൾ ഫോം. ഈ ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്സസ് നോർമൽ അളവിൽ നടക്കില്ല. റിഫ്ലക്സ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കത്തില്ല. അതായത് മോർ എമൗണ്ട് ഓഫ് ഗാബ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ദ റിഫ്ലക്സ് ആക്ഷൻ വീക്കൻ ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് മേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻ അറ്റ് പ്രോപ്പർ ടൈം. അതായത് ആൽക്കഹോൾ കൺസംഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ ആൽക്കഹോൾ ഒരുപാട് ഇൻടേക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗാമ അമിനോ ബ്യൂട്ടേറിക് ആസിഡ് എന്ന് പറയുന്നത് ഓവർ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രെയിനിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് വീക്കൻ ആവും. എന്തുകൊണ്ടാണ്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഈ ഗാബ അതായത് ഹയർ ഡോസിൽ ഉണ്ടാകും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ റിഫ്ലക്സ് ആക്ഷൻ പ്രോപ്പറായിട്ട് വർക്കാകത്തതുമില്ല. പിന്നെ നമുക്ക് പ്രോപ്പർ ഡിസിഷൻ പ്രോപ്പർ ടൈമിൽ എടുക്കാനും പറ്റത്തില്ല. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊക്കെ പറയത്തില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം അല്ലേ? നമ്മളുടെ മുമ്പിലും പുറകിലും എല്ലാം ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കാം അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം? പുതിയൊരു ടേമാണ് അല്ലേ? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ലെവലിന് അപ്പുറമുള്ള കാര്യങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതിലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി കണ്ടീഷനിൽ, സപ്പോസ് നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ട്, അല്ലെങ്കിൽ ഇപ്പം വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ആൻസർ ഷീറ്റ്, എക്സാമിൻ്റെ ആൻസർ ഷീറ്റുമായിട്ട് ടീച്ചർ വന്നെന്നൊന്ന് വിചാരിച്ചാലും മതി. അതൊക്കെ ഒരു എമർജൻസി അല്ലേ? ഈ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു അല്ലേ? ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റമാണ്, അതായത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് തന്നെയായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതായത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ നോക്കിയാൽ ഇതിന് 2 പാർട്ടുണ്ടെന്ന് മനസ്സിലാവും. അതായത് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. അപ്പോൾ ഈ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഒരുമിച്ചാണ് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം എന്താണ് സിമ്പതറ്റിക് സിസ്റ്റം എന്നും എന്താണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്നും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ വരച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഓരോ എക്സ്റ്റൻഷൻസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ലേബൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും ടുഗദർ വർക്ക് ചെയ്യുന്നിട്ടാണല്ലോ നമുക്ക് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ എമർജൻസി സിറ്റുവേഷൻസിൽ സാധാരണ സംഭവിക്കുന്നത് ഒന്ന് നോക്കി. സിമ്പതറ്റിക് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐയുടെ പ്യൂപ്പിൾ അത് ഡയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഡയലേറ്റ് ചെയ്തത് നോർമൽ കണ്ടീഷനിലായിട്ട് മാറുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ആരാ? പാരാസിമ്പതറ്റിക് സിസ്റ്റം. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. നമ്മുടെ സലൈവയില്ലേ, ഉമിനീര്, അതിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? സിമ്പതറ്റിക്കിൽ ഡിക്രീസ് ചെയ്യുന്നു. അപ്പം നാക്കെല്ലാം ഉണങ്ങി വല്ലാതൊക്കെ ആയി പോകത്തില്ലയോ? ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാണുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ട്രക്കിയ എക്സ്പാൻസ്, നമ്മുടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റിയൊക്കെ വളരെയധികം ഡിക്രീസ് ആവും, അതായത് വളരെയധികം ഡൗൺ ആവും. കൂടാതെ ഗ്ലൈക്കോജൻ കൺവേർട്ട് ചെയ്യപ്പെട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട്. എവിടെയാണ്? സിമ്പതറ്റിക് സിസ്റ്റത്തിൽ. പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോസ് ഡൗൺ. എന്താണ് പെരിസ്റ്റാൾസിസ്? ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. യൂറിനറി ബ്ലാഡർ
റീഗെയിൻസ് നോർമൽ സ്റ്റേറ്റ്. ഇനി പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനകത്ത് ഈ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഇപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അതിനെ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? അത് ഡിക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഓൾസോ ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്സ്, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്, ട്രക്കിയ കോൺട്രാക്ട്സ്, ഹാർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ് ഇൻ വിച്ച് സിസ്റ്റം? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസിനെ പറ്റി നോക്കാം. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, ഈ 3 ഡിസീസിനെ പറ്റിയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അൾഷിമേഴ്സ്. എന്താണ് അൾഷിമേഴ്സ്? അതായത് ഒരു ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് അൾഷിമേഴ്സ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ ന്യൂമറസ് അല്ലെങ്കിൽ ഹൈ എമൗണ്ടിൽ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ന്യൂറോൺസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കും അല്ലെങ്കിൽ നാശം സംഭവിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് അൾഷിമേഴ്സ് എന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. അതായത് നമുക്ക് ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് കുറയുക, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീൻ വർക്ക് തന്നെ ചെയ്യാനുള്ള കഴിവ് കുറയുക. അതൊക്കെയാണ് ഈ അൾഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡിസീസ് ഏതാണെന്ന് നോക്കാം. പാർക്കിൻസൺസ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒരു സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ്, ബ്രെയിനിലെ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസിൻ്റെ ഡിസ്ട്രക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് പാർക്കിൻസൺസ് ഡിസീസ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ അസറ്റൈൽ കൊളിൻ, ഡോപ്പമൈൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്കും ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഗാംഗ്ലിയോൺസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്കുണ്ടാകുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാലൻസ് ലോസ് ആവും, പിന്നെ മസിൽസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഇറഗുലർ ആയിരിക്കും, പിന്നെ ബോഡി ഷിവറിങ് ഉണ്ടാകും, സലൈവേഷൻ, ഒരുപാട് പ്രൊഫ്യൂസ് ആയിട്ടുള്ള സലൈവേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പോൾ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. നെക്സ്റ്റ് ഡിസീസ് ഏതാണെന്ന് നോക്കാം. എപ്പിലെപ്സി. വാട്ട് ഈസ് എപ്പിലെപ്സി? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലുള്ള ഇലക്ട്രിക് ചാർജസിൻ്റെ കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ കൊണ്ടുണ്ടാകുന്നതാണ് എപ്പിലെപ്സി. അപ്പം അത് ജന്നി എന്നൊക്കെ പറയത്തില്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മസ്കുലർ കോൺട്രാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി. പിന്നെ നമ്മുടെ വായിൽ നിന്ന് ഫ്രോത്തി ഡിസ്ചാർജ്, അതായത് നൊരയും പതയും ഒക്കെ നമ്മുടെ മൗത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ക്ലഞ്ചിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫോൾസ് അൺകോൺഷ്യസ്നെസ്. നമ്മളെ പല്ലൊക്കെ കടിച്ചു പിടിച്ച് നമ്മൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ആ പേഷ്യൻറ്റിന് ബോധം നഷ്ടപ്പെടും. അപ്പോൾ ഏതൊക്കെയാണ് ഡിസീസസ്? അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുമായി ഉടൻ കാണാം. നന്ദി.